2016 നിലം തൊടിയിക്കില്ല എന്ന് ബംഗാൾ പറഞ്ഞെടുത്ത് കേവലം 3 സീറ്റ് നേടിയ ബി 10 വർഷത്തിനുള്ളിൽ ബംഗാളിൽ ഭരണം പിടിച്ചിരിക്കുകയാണ്. 3 സീറ്റിൽ നിന്നും 207 സീറ്റിലേക്ക് 10 വർഷത്തിന്റെ ദൂരം മാത്രം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ബി കേരളത്തിൽ നേടിയത് 3 സീറ്റുകൾ. 2036 തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളം എത്തുമോ? ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണല്ലേ. ചരിത്രം ആവർത്തിക്കാൻ ബി കേരളം അവസരം കൊടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. 10 വർഷം ഏറെ നിർണായകവുമാണ്. ബംഗാളിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ കോട്ടകൾ തകർത്തുകൊണ്ട് ബി നടത്തിയ തേരോട്ടവും കേരളത്തിൽ അവർ നേടിയ 3 നിയമസഭാ സീറ്റുകളും നിസ്സാരമായി കാണേണ്ടവയല്ല. വളരെ ജാഗ്രതയോടെയും ഗൗരവത്തോടെയും വിശകലനം ചെയ്യേണ്ട സംഭവം തന്നെയാണിത്. ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം ബി അവിശ്വസനീയമാം വിധം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. 2016 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 സീറ്റുകളിൽ ഒതുങ്ങിയിരുന്ന ബി 2026 എത്തുമ്പോൾ 200-ലധികം സീറ്റുകൾ നേടി ബംഗാളിന്റെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ 80 സീറ്റുകളിലേക്ക് ഒതുക്കുകയും കോൺഗ്രസിനെയും ഇടതു പാർട്ടികളെയും പൂർണ്ണമായും തുടച്ചു നീക്കുകയും ചെയ്തുകൊണ്ടാണ് ബി ഈ മുന്നേറ്റം പശ്ചിമ ബംഗാളിൽ നടത്തിയിട്ടുള്ളത്. ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു മാറ്റം സംഭവിച്ചുവെങ്കിൽ അതിനർത്ഥം അവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ തകർക്കപ്പെട്ടു എന്നത് തന്നെയാണ്. മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും പരാജയം ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചിട്ടുണ്ട്. മമതയുടെ വ്യക്തിപരമായ പരാജയം ഇതിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. തൃണമൂലിന്റെ ഉരുക്കുകോട്ടയായ ഭവാനിപൂരിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ബി സുവേന്ദു അധികാരിയോട് 15,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് അവർക്കുണ്ടായ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. നന്ദിഗ്രാമിന് പിന്നാലെ സ്വന്തം മണ്ഡലത്തിലും നേരിട്ട ഈ പരാജയം തൃണമൂലിന്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ചു എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഒരു കാലത്ത് ബംഗാൾ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ന് അവിടെ പൂർണ്ണമായും നിഷ്പ്രഭമായിരിക്കുന്നു. ബി എന്ന ശക്തിക്ക് മുന്നിൽ ഇടതുപക്ഷ അണികൾ പോലും കൂട്ടത്തോടെ മറുകണ്ഠം ചാടിയത് പ്രത്യയശാസ്ത്രപരമായ പരാജയത്തെ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. 2016 3 സീറ്റ്, 2021 77 സീറ്റ്, ഇപ്പോൾ 2026 207 സീറ്റുകൾ. ഈ വളർച്ച കാണിക്കുന്നത് ബി അവിടെ ഒരു ബദൽ ശക്തി ആയിട്ടല്ല, മറിച്ച് ഏക ശക്തിയായി വളർന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ്. ബംഗാളിൽ പണ്ട് 3 സീറ്റിൽ തുടങ്ങിയ അതേ ചരിത്രമാണ് ഇന്ന് കേരളത്തിലും ആവർത്തിക്കുന്നതെന്ന് വളരെ ഗൗരവകരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിലും ബി അക്കൗണ്ട് തുറന്ന് മുന്നേറുന്നത് മതേതര പാർട്ടികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ ബി ഗോപകുമാറും മത്സരിച്ച് വിജയം നേടിയത് ബി കേരളത്തിൽ വ്യക്തമായ വേരോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബംഗാളിൽ നടന്നതുപോലെ ഇടതു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി ബി മുന്നേറുന്ന ശൈലി കേരളത്തിലും പ്രകടമാകുകയും ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ പോലുള്ള ഇടതു കോട്ടകളിൽ ബി വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറയിൽ വന്ന വിള്ളലായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മമതയെ പോലെ അതിശക്തമായ ഒരു നേതാവിനെ തകർക്കാൻ ബി കഴിഞ്ഞത് അവരുടെ കൃത്യമായ മൈക്രോ മാനേജ്മെന്റ് തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ്. കേരളത്തിൽ UDF വമ്പൻ ഭൂരിപക്ഷമായി തിരിച്ചു വന്നുവെങ്കിലും ബി വളർച്ചയെ ഗൗരവകരമായി കണ്ടിട്ടില്ല എങ്കിൽ വരും കാലങ്ങളിൽ കേരളവും ബംഗാളിന്റെ പാത പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. ജനവികാരം മനസ്സിലാക്കാതെയും അണികളിലെ അതൃപ്തി കാണാതെയും മുന്നോട്ട് പോകുന്നത് വലിയ വില നൽകേണ്ടി വരുമെന്ന സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുക. ചുരുക്കി പറഞ്ഞാൽ ബംഗാളിലെ മമതയുടെ പരാജയവും ബി തേരോട്ടവും കേരളത്തിന് ഒരു വലിയ പാഠമാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ മതേതര പാർട്ടികൾ തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ അടിയന്തര മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന വലിയ പാഠം തന്നെയാണ് ബംഗാൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ബംഗാളിലും കേരളത്തിലും ബി നടത്തിയ രാഷ്ട്രീയ പരീക്ഷണം കേവലം ഒരു സീറ്റ് പിടിച്ചെടുക്കൽ മാത്രമല്ല, മറിച്ച് ആ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവത്തിൽ വരുത്തിയ വലിയൊരു പരിവർത്തനമാണ്. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിൽ അവർ നടത്തിയ മുന്നേറ്റം വോട്ടർമാരുടെ ചിന്താഗതിയിലും സംഘടനാ സംവിധാനത്തിലും ബി വരുത്തിയ കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനായി കേന്ദ്രം മുൻകൈ എടുത്ത് നടത്തിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പ്രക്രിയ തന്നെയാണ്. ഇതിലൂടെ ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി വലിയ ഗുണമായി മാറി എന്നതും സത്യമാണ്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ബംഗാളിലെ രാഷ്ട്രീയ ചിത്രം മാറിയത് നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2016 വെറും 3 സീറ്റിൽ ഒതുങ്ങിയിരുന്ന അവർ 2026 207 സീറ്റുകളുമായി അധികാരം പിടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിനെ എതിർക്കാൻ പഴയ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തു. ഈ വോട്ടുകൾ കൂട്ടത്തോടെ ബി ഒഴുകിയതാണ് മമതാ ബാനർജിയെ സ്വന്തം മണ്ഡലമായ
ഭവാനിപൂരിൽ പോലും പരാജയപ്പെടുത്താൻ, അതായത് സുവേന്ദു അധികാരത്തിലെത്താൻ BJPക്ക് കരുത്തായത്. ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും BJP കൃത്യമായി ഉപയോഗിച്ചപ്പോൾ ഒരു ബദൽ ശക്തിയായി ജനങ്ങൾ അവരെ അംഗീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലും BJPയുടെ വളർച്ചയ്ക്ക് സമാനമായ ഒരു സ്വഭാവം നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയും UDFനെ പോലെ തന്നെ ഭരണവിരുദ്ധ വികാരമുള്ള ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ BJP നേടിയ വിജയം നിസ്സാരമായിട്ട് കാണരുത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും കഴക്കൂട്ടത്ത് V മുരളീധരനും വിജയിച്ചപ്പോൾ അത് ഹൈന്ദവ വോട്ടുകളുടെ മാത്രം ഏകീകരണമല്ല, മറിച്ച് വികസന രാഷ്ട്രീയത്തോടുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ താല്പര്യം കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ ഒന്നായ ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയിച്ചത് ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് ചേക്കേറിയത് കൊണ്ട് മാത്രമാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും BJP ജനകീയരായത് ഒരേ തന്ത്രത്തിലൂടെയാണ്. തങ്ങളുടേതായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നതിലുപരി നിലവിലുള്ള പാർട്ടികളിൽ നിന്ന് അതൃപ്തരായ വോട്ടർമാരെ പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ തന്ത്രം. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പാടെ ഇല്ലാതാക്കിയാണ് അവർ ഈ നേട്ടം കൊയ്തത് എങ്കിൽ കേരളത്തിലും അത്തരം ഒരു പരീക്ഷണം വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടതും ബംഗാളിൽ BJPയുടെ വിജയത്തിന് ആക്കം കൂട്ടിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ബംഗാളിലെ ഈ മാറ്റത്തെ ഏറെ ഗൗരവമായി തന്നെ കാണണം. പൗരന്മാർ ഒരിക്കലും ഒരു പാർട്ടിയുടെ അടിമകളല്ല എന്നും മാറ്റം ആഗ്രഹിക്കുന്നിടത്ത് അവർ പുതിയ വഴികൾ തേടുമെന്നും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും BJPയുടെ വളർച്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.